ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളൊരു വൺ ടാപ്പ് ഓൺലി കളിക്കാൻ വന്നു. അപ്പോൾ നമ്മളുടെ കൂടെ ഏതൊരു ബംഗാളി ചങ്ങായിയാണ് നന്നാക്കുന്നത് കളിക്കാൻ. അപ്പോൾ നമുക്ക് നേരെ വൺ ടാപ്പ് ഓൺലിക്ക് കിടക്കാം. നമ്മൾ കാര്യങ്ങൾ എന്നൊക്കെ വെച്ചാൽ 2 വുഡ്പാക്കറൊക്കെ കയ്യിലെടുത്തു. അപ്പോൾ ചങ്ങായി പ്രോയാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് മുമ്പിക്ക് പോയപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം തന്നെ ഞാൻ തലേക്ക് നോക്കി 120 ഡാം കൊടുത്തു. പിന്നെ 199 കൊടുത്തപ്പോൾ ആളുടെ കഥ കഴിഞ്ഞു. പിന്നെ ഞാൻ കൺട്രോളിൽ പോയിട്ട് ഈ AWMൻ്റെ സ്കൂപ്പ് മാറ്റി വെച്ചാൽ ആ ഹോൾഡ് ഫയർ എന്നുള്ള സ്കോപ്പത്തെ സ്നൈപ്പർ ഓഫാക്കിയാൽ മതി. അപ്പോൾ ആ സ്കൂപ്പ് പോയിക്കോളും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോ. അപ്പോൾ വീണ്ടും പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ സൂമി ചെയ്തിട്ട് വുഡ് പാക്കറായിട്ട് പഠിക്കാൻ നിന്നായിരുന്നു. അപ്പോഴേക്കും അവൻ അവിടെ ബ്ലൂ വാൾ ഇട്ട് നിന്നു. അപ്പം നമ്മൾ ബ്ലൂ വാൾ ഇട്ട് നിന്നു. അപ്പം നമ്മൾ രണ്ടാമതായി ഇട്ട ബ്ലൂ വാളിക്ക് ഓടിച്ചെന്നപ്പോൾ അവൻ അങ്ങനെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നേരെ ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ കയറിയ അവൻ ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ സൈഡിൽ കൂടെ അവൻ്റെ അടുത്തേക്ക് പോകാക്കുമ്പോൾ അവൻ എന്തോ ഹാക്ക് എന്തൊക്കെ ചെയ്തു. സ്റ്റാച്ചു ആയി നിന്നിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ വരണേ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ അവൻ രണ്ടാമതും എന്നെ ഹാക്ക് ചെയ്തു. അപ്പം ഞാൻ വുഡ് പാക്കറായിട്ട് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇങ്ങനെ പടയ്ക്കാൻ നിന്നാ അവനെ ഫ്രണ്ടാക്കാൻ നിന്ന ടീമപ്പ് ആക്കാൻ നിന്നപ്പോൾ അവന് ടീമപ്പ് ആക്കാൻ വയ്ക്കുക. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന അവൻ ടീമപ്പ് ആവൊന്നും വേണ്ടാന്ന്. പിന്നെ ഞാൻ കളിച്ചു. പക്ഷേ ഈ റൗണ്ട് അധികം സിമ്പിളൊന്നും അല്ലായിരുന്നു. നല്ലപോലെ കളിച്ചു. എന്നിട്ട് ഞാൻ അവൻ്റെ തലമണ്ടയ്ക്ക് എടുത്ത് കൊടുത്തു. ഞാൻ ഈ റൗണ്ടും ജയിച്ചു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അടിക്കാത്തവർ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ലൈക്ക് ആൻഡ് ബട്ടൺ നിൽക്കുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സപ്പോർട്ടും ചെയ്യുക. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഫ്രീ ഫയറിൻ്റെ കളിക്കാരനാണ്. പിന്നെ നമ്മൾ സൈഡിൽ കൂടെ പോയിട്ട് നേരത്തെ അടിച്ച പോലത്തെ ഹെഡ് ഷോട്ട് അടിക്കാൻ നിന്നാണ്. പക്ഷെ അത് നടന്നില്ല. പിന്നെ ഞാനും വീണ്ടും നേരെ സൈഡിൽ കൂടെ തന്നെ പോയി. ഓനാച്ചാൽ വമ്പൻ കളി. ഇവിടെ കളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല കളി. എനിക്കിഷ്ടമായി, അവൻ്റെ കളി ഇഷ്ടമായി. പിന്നെ അടിപൊളി കളിയാ, വമ്പൻ കളിയാന്നു. അപ്പം ഞാൻ സൈഡിൽ കൂടെ ചാടി ചെന്ന് നിൽക്കുമ്പോൾ അവൻ്റെ ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോഴേക്കും ഞാൻ അവൻ്റെ ഹെഡ് കയറ്റിയതോടെ അവന് മനസ്സിലായിരുന്നു കാര്യം പുകയുന്നു, വൺ ടാപ്പ് ഓൺലിയാണ്. ആ പൊട്ടത്ര തന്നെ വൺ ടാപ്പ് അല്ലാണ്ടേ കളിച്ചാണ്. പിന്നെ അവൻ കളി സീരിയസ് ആക്കിയപ്പോൾ ഞാനും കളി സീരിയസ് ആക്കി. പിന്നെ അവൻ പൊട്ടാസൈറ്റ് കളി തുടങ്ങിയപ്പോൾ എനിക്ക് പേടിയായി. എനിക്ക് പകുതി ഡാമേജ് തന്നു, 97 ഡാമേജ് തന്നു. അപ്പം ഞാൻ പേടിച്ചിട്ട് വുഡ് പാക്കർ ചാടി പഠിച്ചിട്ട് ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അവൻ മറ്റേ പുതിയ മറ്റേതില്ലേ പുതിയ പ്ലെയർ വന്നിട്ടുണ്ട്, പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതിൻ്റെ മറ്റേ സംഭവമല്ലേ എബിലിറ്റി, അത് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ കളിച്ച്. പിന്നെ പൊട്ടാസൈറ്റ് വീണ്ടും കിടാൻ വന്നു. അപ്പോൾ എനിക്ക് പേടിയായി. പിന്നെ എൻ്റെ തലമണ്ടയിട്ട് പൊട്ടിച്ചു. അതിൽ ഞാൻ പേടിച്ചു. പക്ഷെ അവൻ്റെ കളി കണ്ടിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ വീണ്ടും പോയി അവൻ്റെ അടുത്തേക്ക്. ഓനെപ്പോഴും അവിടെ ഗ്ലൂ ആയിട്ട് കളിക്കന്നെ. എൻ്റെ കൂടെ കളിക്കണ ഒരു നവീൻ ബ്രോ ഉണ്ട്. അവന് വേണ്ടി വരികയാണ്. നവീന് കയറി ഒളിച്ചിക്കും. ആദ്യം നവീൻ്റെ കളി ഒളിച്ചിക്കലാണ്. അവൻ്റെ ഒളിച്ചുകളി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഗായ്സ്, അവ ഇപ്പം ഹാക്ക് ചെയ്തത് നിങ്ങൾ കണ്ടോ? ഞാൻ അവൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ അവൻ്റെ അക്കൗണ്ട് ലെവല് എത്ര 65. പിന്നെ അവൻ്റെ ലൈക്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി, 12K. അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചു ഹാക്കർ തന്നെ ആവുന്നത്. പിന്നെ ആ സൈഡിൽ കൂടെ പോയിട്ട് അവൻ്റെ തല പൊളിക്കാൻ നിൽക്കുമ്പോഴേക്കും അവൻ ഗ്ലൂ വാൾ ഇട്ട് കളിക്കാണ് ഗൈസ്. ഞാൻ നവീനോട് കാഴ്ചയോടൊക്കെ പറയുക,
അപ്പം 3 റൗണ്ട് എടുത്തു ഗൈസ്. പിന്നെ ഞാൻ UMP എടുത്തു. ചവിട്ടന്നെ. പിന്നെ ഞാൻ UMP മാറ്റി വുഡ് പാക്കുറേറ്റ് വെച്ചപ്പോൾ ഓൻ്റെ 106 ഡാമേജ് പോയാണ്. ഡാമേജ് പോയതോടെ ഞാൻ അങ്ങോട്ട് നേരെ ഓടി. എന്നിട്ട് ഞാൻ അങ്ങനെ 2-3 വട്ടം UMP ക്ലച്ച് ചെയ്ത് പിടിച്ചപ്പോൾ ഓനവിടെ എലിമിനേറ്റഡായി. പിന്നെ അവൻ പുറത്തേക്ക് വന്നപ്പോൾ വുഡ് പാക്കുറേറ്റ് ഇങ്ങനെ തല പൊട്ടിച്ചേക്കുമ്പോൾ ഗ്ലൂ വാൾ ഇട്ടിട്ട് ഞാൻ ഓനവിടെ ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ സ്കൂപ്പ് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തല പൊടിക്കാൻ വേണ്ടിയിട്ട് സ്കൂപ്പ് ചെയ്തിരുന്നു. ഗായ്സ് അപ്പം അവൻ്റെ തല പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ 5-3 റൗണ്ടായി. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഇനി നമുക്ക് നേരം പോലെ കളിക്കാത്ത ഈ കളിക്കാണ്ട് എടുക്കാന്ന്. അപ്പം ഞാൻ നേരെ നോക്കിയില്ല. അവൻ്റെ അടുത്തേക്ക് ചെന്നു. എൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നേരെ UMP കുത്തി പിടിച്ചു. ക്ലച്ച് ചെയ്ത് പിടിച്ചപ്പോൾ അവൻ വീണ്ടും എലിമിനേറ്റഡായി. അങ്ങനെ ക്ലച്ച് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട എലിമിനേറ്റഡ് ആക്കാം. പിന്നെ ഗായ്സ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ID കൊടുക്കാം ഇതിൻ്റെ അടിയിൽ. അപ്പം അവൻ ഗ്ലൂ വാളിട്ട് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വുഡ് പാക്കുറേറ്റ് ചാടി പഠിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി 1 ടാപ്പ് ഓൺലി കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് 1 ടാപ്പ് അടിക്കേണ്ടത്. ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ബാക്കിലേക്ക് പോവുക. എന്നിട്ട് എങ്ങനെ 1 ടാപ്പ് അടിക്കേണ്ടത് എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. 1 ടാപ്പ് ഓൺലി എങ്ങനെ അടിക്കണം എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് 1 ടാപ്പ് ഓൺലി. 1 ടാപ്പ് ഓൺലി ഇങ്ങനെ അടിക്കാൻ ഈസിയാണ് ഗൈസ്. അവനെ കാണാണ്ടായപ്പോൾ ഞാൻ നേരെ അവൻ്റെ അങ്ങോട്ട് ഓടി. അപ്പോൾ ഗ്ലൂ വാൾ അവൻ ഏതായാലും വരും വെച്ചിട്ട് ഞാൻ ഗ്ലൂ വാൾ ഇട്ട് കളിക്കുമ്പോൾ അവരും അതാ അവിടെ ഗ്ലൂ വാൾ ഇട്ട് കളിക്കും. അപ്പം എന്തായാലും വിചാരിച്ചു അവൻ്റെ റേഞ്ചൊന്നും പോയിട്ടില്ല. നേരെ ചെന്ന് പടയ്ക്കാന്ന്. പിന്നെ ഗായ്സ് ഞാൻ ഈ റൗണ്ട് എടുത്താക്കി കളി ജയിക്കാം. അല്ല വിചാരിച്ച് ഈ റൗണ്ട് അങ്ങോട്ട് തീർത്തായിട്ട് കൊടുക്കാതെ വലിയ ഒന്നും നോക്കിയില്ല ഗായ്സ്. ഇങ്ങനെ പോയി ഇങ്ങനെ ഇതാക്കി. അപ്പോൾ എൻ്റെ ഡാമൊന്നും പോയില്ല. എന്നാലും കാര്യത്തിൻ്റെ മഞ്ഞ കളർ പോയി. അപ്പം തന്നെ ഞാൻ 1 ടാപ്പ് കയറ്റിയിട്ടു തലേക്ക്. അപ്പം അത്രേ ഉള്ളൂ ഗായ്സ്. ബൈ ബൈ, സീ യു.